ഞാൻ ഈ ധനാഭ്യർത്ഥനകൾ അംഗീകരിക്കണം, പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. വളരെ വിശദമായി നമ്മൾ ബജറ്റ് ചർച്ചയുടെ സമയത്ത് ചർച്ച ചെയ്തതാണ്. സാർ ഇവിടെ പറഞ്ഞത് വ്യത്യസ്തമായ ബജറ്റ് എന്നാണ്. പരമ്പരാഗതമായ രീതിയിൽ നിന്നും കുറെ മാറി ചിന്തിച്ചിട്ടുണ്ട്. ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. നിങ്ങളത് ആക്ഷേപമായി പറഞ്ഞതാണെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇവിടെ വ്യവസായ വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു എന്താണ് നമ്മുടെ സ്ഥിതി. നമ്മളിങ്ങനെ പോയാൽ മതിയോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരം കൊടുക്കാൻ പറ്റാത്ത, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ പദ്ധതികൾ പോലും ഭാവിയിൽ നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു പരിതാപകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് പോകും. നമുക്ക് ഇപ്പൊ ചെയ്യുന്ന ഒരു വെൽഫെയർ ആക്ടിവിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. നമുക്ക് അതിനുള്ള പണമില്ലാതെ വരും. നമ്മൾ പണം കടമെടുത്ത് അതിന്റെ പലിശ കൊടുത്ത് ആ പലിശ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വരും. ആ പലിശയുടെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 77% ടോട്ടൽ ഇൻകത്തിന്റെ 77% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് എന്ന് പറയുന്ന സ്ഥിതിവിശേഷം വളരെ ഭയാനകമായൊരു സ്ഥിതിവിശേഷമാണ്. പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. നമ്മൾ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളെക്കാൾ ചെയ്യുന്നുണ്ട്, നമുക്കതിൽ അഭിമാനമുണ്ട്. പക്ഷെ ആ അഭിമാനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകണ്ടേ? കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സീനിയർ സിറ്റിസൺസിന്റെ വകുപ്പുണ്ടാക്കി. പ്രായമായവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 80 വയസ്സ് കഴിഞ്ഞും 90 വയസ്സ് കഴിഞ്ഞും ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കേണ്ടി വരുന്നു. കൂടുതൽ ബാധ്യതകൾ നമ്മുടെ ഇക്കോണമിയുടെ മീതെ വരികയാണ്. അപ്പൊ എന്താണ് സമ്പദ് വ്യവസ്ഥ? ഈ നിലവിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതല്ല. ഇതിൽ അടിസ്ഥാനപരമായ മാറ്റം വേണം. നമ്മൾ പറയില്ലേ സാറേ, ഈ എക്കോണമി സ്തംഭിക്കുമ്പോൾ ലോകത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ പല രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 1930 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നതാണ് ലോകമാദ്യമായി കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച. അന്ന് അതിൽ നിന്ന് ലോകം കരകയറിയത് പരമ്പരാഗതമായ രീതികൾ അവലംബിച്ചുകൊണ്ടല്ല, പുതിയ രീതികൾ അവലംബിച്ചുകൊണ്ടാണ്. പുതിയ മാറ്റങ്ങൾ ലോകത്ത് ഇക്കോണമിയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ്. അങ്ങനെയാണ് കെയ്നീഷ്യൻ തിയറി വന്നത്. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യണം, കൂടുതൽ ആളുകൾ സ്പെൻഡ് ചെയ്യണം, മാർക്കറ്റിൽ കൂടുതൽ ആളുകൾ സ്പെൻഡ് ചെയ്യണം. കൂടുതൽ സ്പെൻഡിങ് ഉണ്ടായാൽ മാത്രമേ എക്കണോമിക് ആക്ടിവിറ്റി നടക്കുകയുള്ളൂ. സ്പെൻഡ് ചെയ്യാൻ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല, പണം കുറവാണ്, കുറഞ്ഞു വരികയാണ്. സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് കണ്ടില്ലേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1.3% നിൽക്കുകയാണ്. 1.3%, ലോവസ്റ്റ് ഇൻ ദ കൺട്രി, ഏറ്റവും കുറവായി നിൽക്കുകയാണ്. അത് ആ 1.3യിൽ നിന്ന് അതിന്റെ താഴേക്ക് പോയാലോ ഏത് ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ അറിയണം. കടത്തിന്റെ റേഷ്യോ, GSDPയുടെയും കടത്തിന്റെയും റേഷ്യോ കൂടുന്നു. കടത്തിന്റെ എമൗണ്ടിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. GSDPയും ഡെറ്റും തമ്മിലുള്ള റേഷ്യോ കൂടുകയാണ്. ഇതൊരു അപകടകരമായ സ്ഥിതിയാണ്. ഇതിപ്പോ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, നമുക്കൊരു നിവർത്തിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാതെ നിസ്സഹായരായി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതിലധികം വർഷങ്ങൾ വേണ്ട, വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ മതി നമുക്ക്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു നമ്മൾ പറയില്ലേ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കും എന്ന് പറയും. ഈ പോക്ക് എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ, അത്യാവശ്യ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് ആ വണ്ടി ഇടിച്ചു നിൽക്കാതെ ആ വണ്ടി അനസ്യൂതം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്, പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഏർലി പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഞാൻ ഇപ്പോഴും കരുതുന്നില്ല വല്ലാതെ വൈകി എന്ന് ഞാൻ കരുതുന്നില്ല, ഞങ്ങൾ ആരും കരുതുന്നില്ല. പക്ഷേ ഇനിയും വൈകാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് നമുക്ക് വേണം സാറേ, നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടെന്ന് ആവർത്തിക്കുന്നില്ല, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇവിടെ പറഞ്ഞല്ലോ വ്യവസായ മന്ത്രി, പണം ഉണ്ടാകണം, ആക്ടിവിറ്റി ഉണ്ടാകണം, ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് റെമിറ്റൻസ് ഇക്കോണമി, അതായിരുന്നു ബാക്ക് ബോൺ എന്ന് അവകാശപ്പെട്ടിരുന്നത്. അവിടെ ജോലി നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഏത് ഘട്ടത്തിലും ഉണ്ടാവാം. ഇപ്പൊ തന്നെ ഒരു യുദ്ധം നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുകയായിരുന്നു. എത്ര ബിസിനസ് സ്ഥാപനങ്ങളാണ് തകർന്നത്, അതിന്റെ ഇമ്പാക്ട് എന്തായി? ഗ്ലോബൽ വില്ലേജ് ആണ്.
ചെറിയൊരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അതിന്റെ പരിണതഫലമുണ്ടാകും. അവിടെ ഇനിയും കൂടുതൽ ആളുകൾക്ക് ഈ ഗൾഫ് നാടുകളിൽ ജോലിക്കുള്ള അവസരമുണ്ടോ? കുറെ ആളുകൾ തിരിച്ചു വരും. അവരെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അവരയക്കുന്ന പണത്തിന്റെ തോത് കുറഞ്ഞു വരും. ആ റെമിറ്റൻസ് എക്കോണമിയെ ഇപ്പോൾ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി ആക്കി അതിന്റെ ഒരു പെർസെന്റേജ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ, ഗുണപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റെമിറ്റൻസ് ഇക്കോണമി ഈ ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയായി മാറണമെന്ന് നമ്മൾ ആരും ഇതുവരെ പരിശോധിക്കാത്തൊരു കാര്യമുണ്ട്. പണം ഉണ്ടാകണമല്ലോ. പണം ഉണ്ടായാലേ ഉള്ളു. കറൻസിയുടെ മാജിക് എന്താണ്? എന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും, നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമന്റെ കയ്യിലേക്കും, മറ്റുള്ളവരുടെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വിനിമയ മാധ്യമമാണ് കറൻസി. ആ കറൻസി ഇല്ലാതായാലോ ലിക്വിഡിറ്റി ക്രഞ്ചാണ്. ആക്ടിവിറ്റി ഇല്ലാതാവും. ആക്ടിവിറ്റികൾ കുറഞ്ഞാൽ ഈ പൈസയുടെ സർക്കുലേഷൻ കുറയും. നമ്മൾ ഈ റെമിറ്റൻസ് എക്കോണമിയെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവിടെ നിങ്ങളോട് അയക്കുന്ന പണം. നമ്മൾ കേരളം ഇതുവരെ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ. അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ 4 മില്യനും 5 മില്യനും ഇടയിൽ, 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. സർ, അവര് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. വളരെ കുറച്ച് പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ പൈസ മാത്രമാണ് കാര്യമായിട്ട് സർക്കാരിലേക്ക് വരുന്നത്. അത് കുറച്ച് പെർസെന്റേജ് ആണ് അവരില്. ബാക്കിയുള്ളത് അവർ വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. അവർ ഗോതമ്പ് പൊടിയും ഉള്ളിയും സവാള പിന്നെ ദാലുമാണ്, പരിപ്പുമാണ് അവർ വാങ്ങിക്കുന്നത്. അറിയാലോ, പെരുമ്പാവൂര് MLA കൃത്യമായിട്ട് വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും. അവര് നേരത്തെ തിങ്കളാഴ്ച രാവിലെയാണ് അവർ പണം അങ്ങോട്ട് അയച്ചിരുന്നത്. ഇപ്പൊ അവർ ഗൂഗിൾ പേയില് ശനിയാഴ്ച പേയ്മെന്റ് കിട്ടിയാൽ ഉടനെ ഗൂഗിൾ പേയില് അവർ ഈ പൈസ അയക്കുകയാണ്. സർ, റിവേഴ്സ് റെമിറ്റൻസ് ആയി. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 15 കൊല്ലം മുമ്പ് കൊച്ചി നഗരത്തിൽ ഒരു 100 കോടി രൂപയുടെ കെട്ടിടം പണിതാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 100 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിതാൽ അതിൽ 40 മുതൽ 50% വരെ പണം ലേബർ ചാർജായി ഈ തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശത്തുമുള്ള തൊഴിലാളികളുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നോ? 40-50 കോടി, 40% to 50% ലേബർ ചാർജ്. ഇപ്പൊ ആ പണം എങ്ങോട്ടാ പോകുന്നത്? ഒറ്റയാളില്ലല്ലോ നമ്മുടെ ആരും. എല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ വരുന്ന ജീവനക്കാരാണ്. ഈ പറയുന്ന ഈ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും കേരളത്തിലും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇക്കോണമിയുടെ അടിത്തറമാന്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മറികടക്കാൻ പറ്റും? അവരെല്ലാം പറഞ്ഞുവിടാൻ പറ്റുമോ? പറഞ്ഞുവിടാൻ പറ്റില്ല. ഇവിടെയുള്ള ആളുകൾ വന്ന് ആ ജോലി ചെയ്യോ? ജോലി ചെയ്യില്ല. അതൊരു സിറ്റുവേഷനാണ്. റെമിറ്റൻസിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയും കോളർ പൊക്കി കാണിക്കുകയും ചെയ്യുന്ന അതേ അവസരത്തിൽ അപകടകരമായ ഇക്കോണമിയെ അപകടകരമായി അതിന്റെ അടിത്തറ മാന്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട്. ഈ ഗവൺമെന്റ് അത് വിശദമായി പഠിച്ചാൽ ഇക്കോണമിയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് നോക്കൂ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ പരമാവധി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക. പോർട്ട് സിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജാ. നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? 600 കിലോമീറ്റർ ദൂരം കടലുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ലോകരാജ്യങ്ങളെല്ലാം അത്തരം കടലുകളുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയ രാജ്യങ്ങൾ ഇവിടെ പറഞ്ഞു. ദുബായിയുടെ ഇക്കോണമിയെ കുറിച്ച് പറഞ്ഞു. എണ്ണ പറ്റിപ്പോയിട്ടും ദുബായ് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യവസായ മന്ത്രി എക്സ്പ്ലെയിൻ ചെയ്തത്. ദുബായ് പോർട്ട് ദുബായിയുടെ GDP-യിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ 28 to 30%. അതാണ് ഒരൊറ്റ പോർട്ട്. അപ്പൊ ആ പോർട്ട് കേരളം മുഴുവൻ ഡെവലപ്പ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവന്ന് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകും. നമുക്ക് അതിൽ നിന്ന് പണം ഉണ്ടാവും. എക്കണോമിക് ആക്ടിവിറ്റി നടക്കുമ്പോൾ നമുക്ക് പണം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഏവിയേഷൻ ഹബിനെ കുറിച്ച് ആലോചിച്ചത്, കൂടുതൽ MSME-കളെ കുറിച്ച് ആലോചിച്ചത്. ആ MSME-കൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് പണം വേണം. ലാൻഡ് ബാങ്ക് പോളിസി വേണം. റവന്യൂ മന്ത്രിയോട് പറഞ്ഞു. ആ ലാൻഡ് ബാങ്കുകൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഭൂമി ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മുടെ ഇക്വിറ്റി, ഇപ്പൊ PPP സംരംഭങ്ങളിൽ നമ്മുടെ ഇക്വിറ്റി ലാൻഡാക്കി മാറ്റണം. ബാക്കി പണം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വേണം. അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്ന് NRI ആളുകളുടെ പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്നിട്ട് നമുക്ക് കുറെ ഇക്കണോമിക് മോഡൽസ് ഗവൺമെന്റ് വളരെ ഗൗരവതരമായി ഒരു 1/2 ഡസനോളം ഇക്കണോമിക് മോഡലുകളെ കുറിച്ച് ആലോചിക്കുകയാണ്. ഗവൺമെന്റ് ഉണ്ട് അവിടെ. ഗവൺമെന്റിന്റെ പ്രസൻസ് ഉണ്ട്, ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ട്, ഗവൺമെന്റ് ശ്രദ്ധിക്കും. പക്ഷേ
ആ ഗവൺമെന്റിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ടുള്ള 1/2 ഡസനോളം എക്കണോമിക് മോഡൽസ് ആണ് ഈ ഗവൺമെന്റ് ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ വെക്കുന്നത്. അവര് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺവിക്ഷൻ ഉണ്ട്, നമുക്ക് ബോധ്യപ്പെട്ടത് നടക്കും കേരളത്തിൽ. നമ്മൾ അവരോട് നിങ്ങൾ പോയി നടപടിക്രമങ്ങൾ തുടങ്ങാൻ പറഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് സഹായിച്ച് അവരുടെ എല്ലാവിധ തടസ്സങ്ങളും വളരെ പെട്ടെന്ന് നീങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഇതുണ്ടാക്കിയത്. അപ്പോ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ വരുമാനം, നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം. ഞങ്ങള് ടാക്സ് ഡ്രൈവ് നടത്താൻ പോവാ. ടാക്സ് വർദ്ധിപ്പിക്കണം. 1 രൂപ ടാക്സ് ഈടാക്കിയിട്ടില്ല. ആരുടെയും തലയിൽ അഡീഷണൽ ആയിട്ടുള്ള നികുതി ഭാരം കെട്ടിവെക്കാതെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ആലോചിക്കുന്നത്. ഒരു ഓൾട്ടർനേറ്റീവ്. ആ ഓൾട്ടർനേറ്റീവ് ചെയ്യുമ്പോഴും നികുതി വർധനവ് ഉണ്ടാകണം. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, നികുതി ഘടന പൂർണ്ണമായി പുനഃസംഘടിപ്പിച്ചുകൊണ്ട്. ഇപ്പൊ GST ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മുടെ കൺട്രോൾ കുറവാണ്. GST കൗൺസിലിനാണ് കൺട്രോൾ. മുൻ ധനകാര്യമന്ത്രിക്ക് അറിയാം. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു ടാക്സ് ഡ്രൈവ് നടത്തി നമുക്ക് മാറ്റം ഉണ്ടാക്കണം. എന്തുമാത്രം സാധനങ്ങളാണ് കേരളത്തിൽ ടാക്സ് ഇല്ലാതെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ചെക്ക് പോസ്റ്റിൽ ക്യാമറയില്ല, ഒരു സംവിധാനമില്ല. ആളുകൾ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. ആര് ചോദിക്കാനും പറയാനും ആരുമില്ല. അത് നടക്കില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നികുതി വെട്ടിപ്പുകാരോട് കർശനമായി അവരെ നേരിടും. ഒരു സംശയം വേണ്ട. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല നികുതി വെട്ടിപ്പുകാരോട്. 2 പ്രശ്നമാണ്. ഒന്ന്, സംസ്ഥാനത്തിന്റെ ഖജനാവിന് കിട്ടേണ്ട വരുമാനം ഇല്ലാതാവുന്നു. 2, ഇവര് കൊണ്ടുവന്ന് ഈ കള്ളക്കച്ചവടം നടത്തുമ്പോൾ, ഞാൻ അതേ വാക്ക് ഉപയോഗിക്കുന്നു, കള്ളക്കച്ചവടം നടത്തുമ്പോൾ കട ഇട്ട് വാടക കൊടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, അല്ലേ, വാട്ടർ ചാർജ് കൊടുത്ത്, എംപ്ലോയീസിനെ വെച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് സർക്കാർ നികുതി കൊടുക്കുന്ന ഒരു ജെനുവിൻ ടാക്സ് പെയർ. അതുപോലെ നിരവധി ആളുകൾ പൂട്ടിപ്പോവുകയാണ്. ആ ജെനുവിൻ ടാക്സ് പെയർ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ഇര ഗവൺമെന്റിനാണ് നഷ്ടമുണ്ടാകുന്നത്. യഥാർത്ഥ നികുതിദായകരെ സർക്കാർ എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുകയും അവരെ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ നികുതി വെട്ടിക്കുന്നവരോട് ഒരു സമീപനം കർശനമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നികുതി വെട്ടിപ്പ് വ്യാപകമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ നികുതി വെട്ടിപ്പ് കർശനമായ നടപടികൾ സ്വീകരിച്ച് അത് അവസാനിപ്പിക്കും. എന്നിട്ട് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും. സർ, ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ വളരെ വിശദമായി സംസാരിച്ചു. എനിക്കൊരു അഭ്യർത്ഥന, രാഷ്ട്രീയം പറയണം, ആക്ഷേപങ്ങൾ ഉന്നയിക്കണം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഇപ്പൊ ലൈഫ് പദ്ധതി നിർത്താൻ പോവാണെന്ന്. ശരിയാണോ? ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് പണം നീക്കി വെച്ചിട്ടില്ലേ? അതില് വലിയ ആക്ഷേപമാണ് പട്ടികജാതി പട്ടികവർഗ സംഘടനകൾക്ക്. അവർക്ക് പഴയതുപോലെ നടക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന പട്ടികജാതി പട്ടികവർഗ മന്ത്രിമാർക്കും അതേ അഭിപ്രായമായിരുന്നു. അത് അവരോട് ചോദിക്കണം. ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് അവർക്ക് നേരത്തെ ഉണ്ടാകുന്ന വീടുകൾ ഉണ്ടാകുന്നില്ല. ഈ 2 കൂട്ടരും നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ജനറൽ പ്രോജക്റ്റിൽ അവരെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അവർക്ക് നേരത്തെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ഞങ്ങൾ വാക്കുകൊടുത്താണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് പ്രത്യേകമായ ഭവന നിർമ്മാണ പദ്ധതികൾ ഉണ്ടാവും. അത് ലൈഫിനെ തകർക്കാനൊന്നും അല്ല പോകുന്നത്. എന്റെ കയ്യിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ വീണ്ടും സ്വകാര്യവൽക്കരണം. എന്ത് ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, ഒരു വാചകം പോലും സ്വകാര്യവൽക്കരണത്തെ കുറിച്ചില്ല. ഞങ്ങൾ മിനറൽ കോറിഡോർ പറഞ്ഞപ്പോൾ ഒരു വാചകം പോലും ഇല്ല. നിങ്ങൾ വന്ന് ഞങ്ങളെ വിമർശിച്ചത് നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയായിട്ട് എല്ലാ ധാരണ ഉണ്ടാക്കി വെച്ചിട്ടാ മിനറലിന്റെ കാര്യത്തിൽ. കുഞ്ഞാലി സാഹിബ് പറഞ്ഞപ്പോ, വ്യവസായ മന്ത്രി പറഞ്ഞപ്പോ അത് ഒരു മയത്തി പറഞ്ഞൊന്നും മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ്? മോണോസൈറ്റ് ക്രാക്കിംഗ് ആണ്. മിനറൽ ഇതിന്റെ ഭാഗമാണ്, മിനറലാണ്, അതിന്റെ ക്രാക്കിംഗ് ആണ്. എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞ കേട്ടോ, 265ാമത് ബോർഡ് മീറ്റിംഗ് KMMLന്റെ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിന്റെ, that meeting directed to go for open short global tender based on the expression of interest. നേരത്തെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നടത്തി. എന്നിട്ട് ഇത് എങ്ങനെ നടത്തേണ്ടതെന്ന് തീരുമാനിച്ചു. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വേണ്ടിയിട്ടാണ്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ KMML മിനറൽ സെക്ടറിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ഗവൺമെന്റാണ് തീരുമാനിച്ചത്. എന്നിട്ട് ഗ്ലോബൽ ഇ ടെൻഡർ പബ്ലിഷ്ഡ് ഓൺ 20th അതായത് ജനുവരി 20 2026 ഗ്ലോബൽ ടെൻഡർ പബ്ലിഷ് ചെയ്തു. The global open e-tender was opened on and found
3 offers were received from. 3 ഓഫർ കിട്ടി. ആരൊക്കെയാണ്? മെസ്സേഴ്സ് അമയ സ്മാർട്ട് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, മെസ്സേഴ്സ് മിഡ്വെസ്റ്റ് ലിമിറ്റഡ് ആൻഡ് മെസ്സേഴ്സ് ട്രൈഡന്റ് മൈൻസ് ആൻഡ് മിനറൽസ്. ഈ 3 കമ്പനികൾ. എന്നിട്ട് 267ാമത്തെ ബോർഡ് യോഗം പോണ പോക്കിൽ നിങ്ങളുടെ അധികാരത്തിൽ നിന്ന് നിങ്ങൾ പോണ പോക്കിൽ 2026 ഫെബ്രുവരി 25 ചേർന്ന ബോർഡ് യോഗം. KMML ബോർഡിൽ ആരൊക്കെ ഇരിക്കുന്നത്? ഗവൺമെന്റ് ഒഫീഷ്യൽസ് അടക്കം ആളുകൾ ഇരിക്കുന്ന ബോർഡ് എടുത്ത തീരുമാനം എന്താണ്? നമ്പർ 1, ടു ഇഷ്യൂ വർക്ക് ഓർഡർ. ആർക്കാണ്? ടു മെസ്സേഴ്സ് മിഡ്വെസ്റ്റ് ലിമിറ്റഡ് ഹൈദരാബാദ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ പ്രോജക്ട് വർക്ക്സ് ആസ് പെർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ടെൻഡർ. ഞാനൊന്നും പറയുന്നില്ല. അതിന്റെ ആക്ഷേപം കേട്ടത് ആരാ? ബജറ്റിൽ ആക്ഷേപം കേട്ടത് ആരാ? ഞാനാണ് ആക്ഷേപം കേട്ടത്. ഒരാഴ്ച ആഘോഷിച്ചു മിനറൽ കോറിഡോർ, കേരളത്തിലെ കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്നു ഈ ഗവൺമെന്റ്. മുഖ്യമന്ത്രി അതിന് കുടപിടിച്ചു കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ബജറ്റിൽ ഒരു വാചകം പോലും ഇല്ല. ഇതെല്ലാം ചെയ്തു വെച്ച ആളുകളാണ് വന്ന് ഞങ്ങളെ വിമർശിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ഹൈദരാബാദിലെ കമ്പനിക്ക് മോണോസൈറ്റ് ക്രാക്കിങ്ങിന് ഇതുവരെ ചെയ്യാത്ത ഒരു ഡീല് ചെയ്ത് എല്ലാം വെച്ചിട്ടാണ് ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ നിങ്ങളുടെ നെഞ്ചു നേരെയാണ് നിങ്ങൾ മറക്കണം. ഒന്നും ചെയ്യില്ല. നിങ്ങളിവിടെ ബഹളമുണ്ടാക്കിയ ഒന്നും വേണ്ടാത്തതൊന്നും ഈ ഗവൺമെന്റ് ചെയ്യില്ല. വേണ്ടാത്തതൊന്നും. ഇനി പ്രതിപക്ഷം നന്നായി വർക്ക് ചെയ്തോ. ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ ഇത് തെറ്റാണ്, ഞങ്ങൾക്കത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു മാപ്പ് കൂടി പറഞ്ഞാൽ അത് പിൻവലിക്കും. അതിന് നിങ്ങൾ യു ടേൺ എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. തെറ്റ് പറ്റും. ഗവൺമെന്റുകൾക്ക് തെറ്റ് പറ്റും, വ്യക്തികൾക്ക് തെറ്റ് പറ്റും. പക്ഷെ ഒരു സതുദ്ദേശത്തോടുകൂടി ഇൻ ഗുഡ് ഫൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത്, തിരുത്തേണ്ടത് പ്രതിപക്ഷമാണ്. നിങ്ങൾ ശരിയായ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്തും. പക്ഷേ പ്രചരണം, ലൈഫ് പദ്ധതി നിർത്താൻ പോകുന്നു, കേരളം മുഴുവൻ സ്വകാര്യ വൽക്കരണമാണ്, എന്തെല്ലാമാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം മദ്യത്തിന്റെ കാര്യം ഇന്നിവിടെ വീണ്ടും പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞാൻ പഴയ കഥ 2021 തൊട്ടുള്ള ഫയൽ ഇവിടെ വായിച്ചപ്പോ ആരാണ് അതിന് പോയത്? ഇതുപോലൊരു പോക്ക് പോയതാ. ഏത് ഈ മിനറലിന്റെ കാര്യത്തിൽ പോയ പോലത്തെ ഒരു പോക്ക് പോയതാ. എല്ലാം തിരിച്ചടിക്കും. ഞങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. ഒരു വകുപ്പിലും ചെയ്യില്ല, ഒരാളും ചെയ്യില്ല. ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചും ചർച്ച ചെയ്തും രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടടുത്ത് രാഷ്ട്രീയ തീരുമാനമെടുത്തും ചെയ്യും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കണം. നമ്മൾ കൺവെൻഷനായി പറഞ്ഞു വരുന്ന ചില വാക്കുകൾ ഉപയോഗിച്ച് സർക്കാർ ചെയ്യുന്ന ഈ ബജറ്റിൽ അത്തരം ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. മാറ്റമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത 3 മാസം കഴിയുമ്പോൾ മുതൽ എന്റെ വാക്കാണ് ഈ സർക്കാരിന് വേണ്ടിയിട്ടുള്ള വാക്കാണ്. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ 3 മാസം കഴിയുമ്പോൾ മുതൽ ഇതിന്റെ ഡെലിവറി ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും, ഡെലിവറി ഉണ്ടാവും. അതിന്റെ പുറകെയാണ് ഈ സഭാ സമ്മേളനം അവസാനിച്ചാൽ ഞങ്ങളെല്ലാം മാറ്റിവെച്ച് ഇതിനുവേണ്ടി പൂർണ്ണമായി അർപ്പിച്ച് ഈ പരിപാടികളുമായി മുന്നോട്ട് പോകും. ഓരോ ക്വാർട്ടറും നോക്കിക്കോ, ഓരോ 3 മാസം കഴിയുമ്പോഴും അഭിമാനത്തോടെ നമ്മുടെ നാടിന്, ഞങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ നാടിന് അഭിമാനിക്കാൻ പറ്റാവുന്ന മാറ്റങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാവും. ഞങ്ങൾ കോൺഫിഡന്റാ. നിങ്ങൾ കൂടി അത്തരം കാര്യങ്ങളിൽ ഒരു ക്രിയാത്മകമായ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകൾ പാസാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു.